തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവം മൂന്നാമത്തെ ദിവസം കഴിയാറായ ഒരു നിമിഷമാണിത്. ഈ സമയം നമ്മോടൊപ്പം ടി സീരീസ് സ്റ്റുഡിയോയിലുള്ളത് ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാനും കൺവീനറാണ്. നമ്മുടെ കൺവീനർ അനന്തകൃഷ്ണ സാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ കുന്നംകുളത്ത് കലോത്സവം നടന്ന് 3 ദിവസമായി? പരാതികളില്ലാതെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തീർത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പരാതിയില്ലാതെ വളരെ വിജയകരമായിട്ടാണ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. പ്രധാന വേദികളിലെല്ലാം തന്നെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ നൃത്ത മത്സരങ്ങൾ നടക്കുന്നു, അതുപോലെ നാടക മത്സരങ്ങൾ, ഇങ്ങനെയുള്ള വേദികളിലാണ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ഉറപ്പാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ രാവിലെ ഒരു 8:30 മുതൽ രാത്രി ഒരു 10-11 മണി വരെ പരിപാടി കഴിയുന്നത് വരെ ഇവരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ ആംബുലൻസ്, മിക്ക വേദികളിലും ആംബുലൻസുകളുണ്ട്. പ്രധാന വേദികളിൽ പ്രത്യേക ആംബുലൻസ് പരിപാടി കഴിയുന്നത് വരെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. പല ദിവസങ്ങളിലും ഈ നൃത്ത മത്സരങ്ങളായതുകൊണ്ട് കുട്ടികൾ കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കേസുകൾ ധാരാളം വന്നിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ കാല് മുറിഞ്ഞ് കൈ മുറിഞ്ഞിട്ടൊക്കെ അവർക്ക് ഡോക്ടറുടെ സേവനം അതിനു വേണ്ടി നിരവധി കുട്ടികൾ വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിനമായ ഇന്ന് എല്ലാ വേദികളിലും നല്ല തിരക്കാണ്. നല്ല ഐറ്റംസ്, ഡാൻസ് ഐറ്റംസ് ഇന്നാണ്. ഹയർ സെക്കൻഡറിയുടെയും ഹൈസ്കൂളിൻ്റെയൊക്കെ ഐറ്റംസ് ഇന്നുള്ളത് കൊണ്ട് എല്ലാ വേദികളിലും നല്ല തിരക്കുണ്ട്. സാരമായി പരിക്കേൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതൽ? അതായത് ഈ മാർഗംകളി, അതുപോലെ തന്നെ ഒപ്പന, ഇങ്ങനെയുള്ള ഐറ്റംസിൽ നല്ല പരിക്ക് പറ്റി കുട്ടികൾ വന്നിരുന്നു. ആ കുട്ടികളെയൊക്കെ നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അത് ആംബുലൻസിൻ്റെ സേവനം നല്ല രീതിയിൽ അവർ നൽകിയിരുന്നു. ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കുട്ടികൾ ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കാനായിട്ട് പ്രത്യേക വോളണ്ടിയർ ടീമിനെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സേവനം അവർ ഉറപ്പുവരുത്തി. എല്ലാ സ്ഥലത്തും അവർക്ക് ചായയും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നൽകി. ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാണ് വിനോദ് എമ്മി നമ്മോടൊപ്പം ഉണ്ട്. ഈ കലോത്സവത്തിൽ കുന്നംകുളം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയർമാനും ഹെൽത്തിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ബാക്കിയുള്ള കാര്യം കൺവീനർ പറയുന്നത്. നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനാണ് നമ്മുടെ കൗൺസിലർ വിനോദ്. അദ്ദേഹം നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നിട്ടുണ്ട്. നഗരസഭയുടെ ഭാഗത്തു നിന്ന് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹം എല്ലാ ആംബുലൻസിൻ്റെയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയൊക്കെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ സഹായവും നഗരസഭ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ 17 വേദികളിൽ കുടിവെള്ളം, എല്ലാ കുട്ടികൾക്കും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് എല്ലാ വേദികളിലും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. അതിന് വേണ്ട സഹായങ്ങൾ നഗരസഭ ചെയ്ത് തന്നിട്ടുണ്ട്. നഗരസഭയുടെ ഈ പ്രവർത്തനത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞങ്ങളോടൊപ്പം തന്നെ തോളോട് ചേർന്ന് നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്. പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നാളെയും കൂടെ ഈ മത്സര കാര്യങ്ങൾ ഉണ്ട്. നാളെ കൊണ്ട് ഇവിടെ അവസാനിക്കുന്നു. വൈകുന്നേരമാണ് നമ്മുടെ സമാപന സമ്മേളനം. എന്തായാലും എല്ലാവിധ ആശംസകളും ഇതിനോട് നൽകുകയാണ്. എല്ലാ പരിപാടികളും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ഹോസ്പിറ്റലും ഇവിടുത്തെ സമീപത്തുള്ള ഹോസ്പിറ്റലിന് നല്ല സഹകരണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് വാവന്നൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ ടീം എല്ലാ ദിവസവും, അഷ്ടാംഗ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ ടീം എല്ലാ ദിവസവും ഉണ്ട്. അതുപോലെ തന്നെ മലങ്കര ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ ടീം എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ നമ്മുടെ ചൂണ്ടൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ നിന്ന്, അതുകൂടാതെ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സൂപ്രണ്ടിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഹെൽത്ത് സെൻറ്ററുകളിൽ നിന്ന് നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാ ദിവസവും ഷിഫ്റ്റായിട്ട് രാവിലെ മുതൽ ഉച്ചവരെ, ഉച്ചയ്ക്ക് ശേഷവും ഷിഫ്റ്റായിട്ട് അവരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തുടർന്നും പരാതികളില്ലാതെ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കുട്ടികൾക്കൊന്നും സാരമായി പരിക്കൊന്നും ഏൽക്കാതെ തന്നെ കലോത്സവം വളരെ ഭംഗിയായിട്ട് അവസാനിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു.